മൈൻഡ് എന്ന് പറയുന്നത് ഒരു വീട് പോലെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ വീട്ടിലേക്ക് കടന്നു വരുന്ന ഗേറ്റാണ് ബൗണ്ടറീസ്. അപ്പോൾ നമുക്ക് തീരുമാനിക്കാമല്ലോ ആ ഗേറ്റ് വഴി ആരൊക്കെ വരണം, ആരൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യണം, എത്ര നേരം സ്റ്റേ ചെയ്യണം, എപ്പോൾ പോകണം എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലരും ഉണ്ടല്ലോ ഈ ഗേറ്റ് ഉണ്ടെന്നും ആ ഗേറ്റിൽ കൂടെ ആൾക്കാരെ കടത്തി വിടാൻ പറ്റുമെന്നും അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും തന്നെ നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. സ്പെഷ്യലി നമ്മൾ ഇന്ത്യൻസ് എപ്പോഴും നമ്മൾ വിചാരിക്കുക നമ്മളെപ്പോഴും എല്ലാവർക്കും കംഫർട്ട് ആയിട്ടിരിക്കുക, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടിരിക്കുക, അതായിരിക്കും മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മളെ ഒരു ലവിൻ്റെ സൈൻ. അങ്ങനെയൊക്കെയാണ് നമ്മളെപ്പോഴും വിചാരിച്ച് വെച്ചിരിക്കണത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഗിൽറ്റാണ് നോ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴും ഒരു ഗിൽറ്റാണ്. നമ്മളുടെ അവിടെ നോ പറയണ്ട, നമ്മൾ യെസ് പറയണം, അതാണ് അവിടെ വേണ്ടതെന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ട്. നമുക്ക് നോ പറയേണ്ട സമയത്താണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സെൽഫ് ലവ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കെയർ ആണ് അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബൗണ്ടറീസ്, അതെങ്ങനെയാണ് നമ്മൾ മാറ്റർ ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണ് നമുക്ക് വെക്കേണ്ട ആവശ്യം എന്താണ്, അതുപോലെ തന്നെ ഒരാൾ ബൗണ്ടറി ക്രോസ് ചെയ്ത് വന്നാൽ നമ്മുടെ ബൗണ്ടറി ക്രോസ് ചെയ്തെന്ന് എങ്ങനെ മനസ്സിലാവും, പിന്നെ അതുപോലെ നമുക്ക് ബൗണ്ടറി ഒരു കുറ്റബോധം ഇല്ലാണ്ട് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ബൗണ്ടറി എന്ന് നോക്കാം. നമ്മൾ ബൗണ്ടറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഫസ്റ്റ് വരുന്നത്? ഒരു റെസ്ട്രിക്ഷൻ പോലെയല്ലേ. ശരിക്കും ബൗണ്ടറീസ് വെക്കുക എന്നുള്ളത് റെസ്ട്രിക്ഷൻ വെക്കുക എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടിയേക്കണത്. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയല്ല. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഉദാഹരണം നോക്കാം. നമുക്കൊരു ഗാർഡൻ ഉണ്ടെന്ന് ഇരിക്കുക. ആ ഗാർഡനിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗാർഡനിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടില്ലേ. അപ്പോൾ ഈ ഗാർഡനെ നമുക്ക് മൈൻഡായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഗാർഡൻ നമുക്ക് പീസ് തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഗാർഡന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ. പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ഗാർഡനെ ചുറ്റി നമ്മൾ വെയിൽ കെട്ടും. വെയിൽ കെട്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗേറ്റ് വെക്കുകയോ അതിൽ കടക്കാനായിട്ടുള്ള ഒരു വഴിയിടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വെയിൽ കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരെയും അതിൽ നിന്ന് പുറത്താക്കാനോ ഒന്നിനു വേണ്ടിയിട്ടല്ല, നമ്മുടെ ഗാർഡന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കണത്. അതായത് നമ്മൾ ആ വെയിൽ കിട്ടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഔട്ടാക്കി കളയുക, അല്ലെങ്കിൽ ആരും ഇതിലേക്ക് കടത്താണ്ടിരിക്കുക, അങ്ങനെയല്ല. നമ്മുടെ ഇൻവിറ്റേഷനോട് കൂടി നമ്മൾ വെൽക്കം ചെയ്ത് ഒരാൾ ഉള്ളിലേക്ക് വരിക എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ശരിക്കും ബൗണ്ടറി എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ആ സ്പേസിൻ്റെ ഉള്ളിലേക്ക് ആര് വരണം, ആര് വരണ്ട, എപ്പോൾ വരണം, എത്ര നേരം അവരുണ്ടാവണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ഈ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു വോൾ പോലെയല്ല, ശരിക്കും ഒരു ഹെൽത്തി ഫിൽറ്റർ പോലെ. അതായത് എപ്പോൾ ആര് എന്ത് വരണം, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനെ എപ്പോൾ എന്ത് എഫക്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെൽത്തി ബൗണ്ടറി വെക്കുന്നത്. സോ നമ്മൾ ഈ ബൗണ്ടറി വെക്കണ വഴി നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് നമ്മുടെ ഒരു എനർജി, അതുപോലെ തന്നെ നമ്മൾക്ക് തന്നെ വാല്യൂ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ടൈം കിട്ടുന്ന പോലെ, നമുക്കൊരു ഫിസിക്കൽ സ്പേസ് കിട്ടുന്ന പോലെ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. കംപ്ലീറ്റ്ലി ഇതൊരു ഐസൊലേഷനേ അല്ല, ഇതൊരു സെൽഫ് റെസ്പെക്റ്റ് ആണ്. സോ ഈ ബൗണ്ടറീസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ ഒരു സ്പേസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നമുക്ക് ഇന്നത് ഓക്കെയാണ്, നമുക്ക് ഇന്നത് ഓക്കെ അല്ല, അല്ലെങ്കിൽ ഇതുവരെ ഓക്കെയാണ്, അത് കഴിഞ്ഞാൽ അത് വേണ്ട, അല്ലെങ്കിൽ ഇതിനൊരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. ശരിക്കും നമ്മൾ ഈ ബൗണ്ടറി എന്താണെന്ന് എപ്പോഴാണെന്നറിയോ റിയലൈസ് ചെയ്യുക, അത് എപ്പോഴാണോ ക്രോസ് ചെയ്യണത്, അല്ലെങ്കിൽ നമുക്ക് ആ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴാണോ ഒരു വിഷമം വരുന്നത്, അല്ലെങ്കിൽ അത് ലിമിറ്റ് ക്രോസ് ആയി നമുക്ക് തോന്നണേ, അപ്പോഴാണ് നമ്മൾ ആ ബൗണ്ടറിയുടെ ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലാവുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പറഞ്ഞു നമുക്ക് വയ്യ, നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞു അവരുടെ അടുത്ത്. എന്നിട്ട് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ നമുക്ക് ഇത് കിട്ടി നമ്മളങ്ങനെ എടുക്കുകയാണ്. ബിക്കോസ് നമുക്ക് അവരെ വീർപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് അവിടെ കളഞ്ഞിട്ട് നമ്മൾ അവരെ കോൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ ആൻസർ ചെയ്യാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഒരു ബോസോ അല്ലെങ്കിൽ മാനേജറോ ആരെങ്കിലും നമുക്ക് ലേറ്റ് നൈറ്റ് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് റിപ്ലൈ കൊടുക്കണ്ട നമുക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പേടി പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ റിപ്ലൈ ചെയ്ത് പോവുകയാണ്, ബിക്കോസ് നമ്മുടെ ബോസ് ആണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ റിപ്ലൈ ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഓൾറെഡി അത് സെറ്റ് ആയിട്ടുണ്ട്, ഇന്നതൊക്കെയാണ് ബൗണ്ടറീസ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വരുന്ന പേടി, അല്ലെങ്കിൽ നമുക്ക് വരുന്ന വിഷമം, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഇറിറ്റേഷൻ, അതാണ് ആ ബൗണ്ടറീനെ മനസ്സിലാക്കുന്നത്. അതാണ് ബൗണ്ടറി എന്നുള്ളത് നമുക്കറിയാം, പക്ഷേ നമുക്കത് ചെയ്തു പോകേണ്ടി വരികയാണ്. നമുക്ക് ചുറ്റിലുള്ള നമ്മളെ മെൻ്റലി എഫക്റ്റ് ചെയ്യണ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ശരിക്കും ഈ ബൗണ്ടറീസിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട്. റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇമോഷണൽ ബേൺ ഔട്ട്, അതിനൊക്കെ ഈ ബൗണ്ടറി സെറ്റ് ചെയ്ത് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിക്കോട്ടെ, ഫാമിലിയിലായിക്കോട്ടെ, നമ്മുടെ വർക്ക് ലൈഫിലായിക്കോട്ടെ, എന്തിലാണെങ്കിലും നമ്മൾ ബൗണ്ടറി വെച്ചില്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെയാണോ നോ പറയണമെന്ന് തോന്നുന്നത് അവിടെയൊക്കെ നമ്മൾ എസ് പറയും.
നമുക്ക് പല സാഹചര്യത്തിലും അത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നും, പക്ഷേ നമുക്കത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെയല്ല എന്നൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ഓക്കെ ആയിട്ട് ബിഹേവ് ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ മെന്റലി എക്സോസ്റ്റഡ് ആക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ മെന്റലി വിഷമത്തിലാക്കുന്ന കുറെ കോൺവെർസേഷനിലൊക്കെ നമ്മൾ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഭാഗമാകേണ്ടി വരും. പക്ഷെ അതൊക്കെ നമുക്ക് നോ പറയാൻ പറ്റുന്നില്ല, നമ്മളവിടെ യെസ് പറഞ്ഞു വരികയാണ്. അപ്പം അങ്ങനെ പോകെ പോകെ നമ്മൾ ഈ ബൗണ്ടറി വെക്കാതാവുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണേ, നമ്മളിങ്ങനെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മൾ ഇമോഷണലി ഭയങ്കര വീക്കാവും, ചിലപ്പോൾ നമുക്ക് നമ്മുടെ സമാധാനം വരെ നഷ്ടപ്പെടും. നേരെ മറിച്ച് നമ്മൾ കറക്റ്റായിട്ട് ഹെൽത്തി ആയിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് ലവ് തോന്നും, നമ്മളോട് തന്നെ റെസ്പെക്ട് കൊടുക്കണ പോലെ തോന്നും. ബാക്കിയുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ടെങ്കിലും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതോട് നമുക്ക് തോന്നും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ റോങ് ആണ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ യു ആർ നോട്ട് റോങ് ഫോർ ചൂസിങ് യുവർ സെൽഫ്. നീ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധം തോന്നാതെ നമുക്ക് എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നോക്കിയാലോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബൗണ്ടറി സെറ്റ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 സിമ്പിൾ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്മോൾ. അത് നമ്മളെപ്പോഴും പറയില്ലേ, ചെറിയ ചെറിയ വിന്നാണ് നമുക്ക്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ചെറുതായിട്ട് തുടങ്ങുക എന്നൊക്കെ പറയില്ലേ. അതുപോലെ ഇപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ കാര്യങ്ങൾ നമ്മൾ യെസ് പറഞ്ഞിരുന്നത് നമുക്ക് നോ പറയാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട് വിളിച്ചു. അപ്പോൾ നമ്മൾ പൊളൈറ്റായിട്ട് അവരുടെ അടുത്ത് പറയാം, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കട്ടെ, ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. അഫ്കോഴ്സ് അവരുടെ അർജൻറ്റായിട്ടുള്ള മാറ്റർ അല്ലെങ്കിൽ അവർ യെസ് ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ മനസ്സോടുകൂടി അതവിടെ എടുക്കുന്നതും അവിടെ ഒരു നോ പറയുന്നതും വ്യത്യാസമുണ്ട്. അങ്ങനെ നമുക്ക് നോ പറയാനായിട്ട് പറ്റണം. പിന്നെ അതുപോലെ നമുക്ക് വർക്കില്ലാത്തൊരു ദിവസമാണ്, നമ്മൾ പേഴ്സണൽ എന്തെങ്കിലും കാര്യത്തിൽ അർജൻറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഓഫീസ് വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം, ഇപ്പം ഞാൻ ഇന്നൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നാളെ ഇത് വന്ന് ഡിസ്കസ് ചെയ്താൽ മതിയോ എന്നുള്ളത് വളരെ പൊളൈറ്റായിട്ട് അവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരിക്കലും അത് കുറ്റബോധം തോന്നരുത്, നമ്മൾ അവരോട് റൂഡായോ എന്നൊക്കെ തോന്നരുത്. നമ്മൾ ഒരിക്കലും അവിടെ റൂഡാവല്ല ചെയ്യണത്. നമ്മൾ റിയൽ ആയിട്ട് നമ്മളെ ബൗണ്ടറി എന്താണോ അത് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ അത്രയും പൊളൈറ്റ് ആയിട്ട് പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാവും. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്സ്. സപ്പോസ് നമ്മളൊരു കോൺവെർസേഷനിൽ ഇരിക്കാമെന്ന് വിചാരിക്കാം. ആ സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ആൾ നമ്മൾ പറയാനൊന്നും സമ്മതിക്കണില്ല, ആൾ ഫുൾ ടൈം നമ്മൾ എന്തെങ്കിലും ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ പറയുക, നീ എന്താ എന്നെ പറയാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണേ, ആ ഒരു ഇതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി വരിക. പക്ഷെ അതിന് പകരം എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്കത് പറയാനുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. ചിലപ്പോൾ അയാളുടെ ബിഹേവിയർ നമുക്ക് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നും, നമ്മളൊട്ടും വാല്യൂ ചെയ്യാതെ അവർ സംസാരിക്കാൻ പോലെയൊക്കെ നമുക്ക് തോന്നുമായിരിക്കും. അതൊരു ഡിഫെൻസീവ് മോഡിലേക്ക് പോകാതെ നമുക്കൊരു സേഫായിട്ട് സംസാരിക്കാൻ പറ്റും നമ്മൾ ആ ഒരു ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ. അവർക്കും അതൊരു പൊളൈറ്റ് ആയിട്ട് തോന്നും. അതായത് നമ്മൾ ചെറിയൊരു പോസ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് അടുത്ത് പറയാം, ഐ നീഡ് ടു ഷെയർ സം തോട്ട്സ്, അല്ലെങ്കിൽ ഐ നീഡ് സം ടൈം എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അവർക്കത് മനസ്സിലാവും, അവർ നമുക്ക് ടൈം തരികയും ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് യു നമ്മൾ ഈ ഐ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ അവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫെൻസീവ് മോഡ് എന്നുള്ളത് മാറും, അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ കുറച്ചും കൂടി സേഫ് ആവും. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇത് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചേക്കണ പോലെ, അല്ലെങ്കിൽ നമ്മൾ ബിഹേവ് ചെയ്തിരുന്ന പോലെ ആയിരിക്കും നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അയ്യോ ഇതിങ്ങനെയല്ലോ ചെയ്യേണ്ടത്, ഇത് ഭയങ്കര വിയേഡാണല്ലോ എന്നുള്ള ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. സോ നമുക്ക് ഈ തോന്നുന്ന ഓക്വേർഡ് ഫീലിംഗില്ലേ അത് ഭയങ്കര നോർമലാണ്. നമ്മളെപ്പോഴും നമ്മുടെ യൂഷ്വൽ ചിന്താഗതിയിൽ നിന്ന് മാറി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണത്. പക്ഷേ അതിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ എന്തിനാ ചെയ്യണേന്ന് നമുക്ക് തോന്നും, നമ്മൾ ഇങ്ങനെയല്ലോ ചെയ്യാറ്, നമുക്ക് എന്തിനാ അത് ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ മാറി ചിന്തിച്ചെന്തിനാ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ ആ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് കുറേ കോൺഫിഡൻസ് വരുന്നതും, നമ്മൾ അവിടെ അങ്ങനെ എക്സ്പ്രസ് ചെയ്തതിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബൗണ്ടറി അവിടെ സെറ്റ് ചെയ്തതിൽ നമുക്കൊരു സമാധാനം തോന്നും. സോ നമുക്ക് ഒരു കുറ്റബോധം തോന്നണ്ട, ഒരു ഔട്ട്കോട്ട് ഫീലിംഗ് തോന്നണ്ട, അത് കാലം തന്നെ മാറ്റിക്കളയും. സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്നതിൽ നമുക്ക് എന്താ മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ബൗണ്ടറീസ് എന്ന് പറയുന്നതാണ് ശരിക്കും റിയൽ സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്ക് ആ ബൗണ്ടറീസ് വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ജസ്റ്റിസ്. സോ നമ്മൾ ഈ ബൗണ്ടറീസ് ഹെൽത്തി ആയിട്ട് സെറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറീസ് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോട്ടീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കര വാല്യൂ ഉള്ള പോലെ തോന്നും, നമ്മൾ കുറേ കൂടി കാം ആയിട്ടുള്ള പോലെ തോന്നും, അതുപോലെ തന്നെ നമ്മൾ കുറേ പേര് റെസ്പെക്ട് ചെയ്യുന്നൊക്കെ പോലെ തോന്നും. അവിടെ ഒരിക്കലും നമ്മൾ സെൽഫിഷ് ആവുകയല്ല ചെയ്യുന്നത്, നമ്മൾ സെൽഫ് അവെയർ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടയിലുള്ള എല്ലാവരും, ഇപ്പോൾ നമ്മൾ ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ് ആരായിക്കോട്ടെ, നമ്മളെല്ലാവരും ചിലപ്പോൾ ഒരേപോലെ നമ്മളെ ഒരു മാറ്റം ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മളെ ഏറ്റവും കെയർ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നല്ലത് വരണം ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഓഫ് കോഴ്സ് അവരെന്തായാലും അക്സെപ്റ്റ് ചെയ്യും. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ
യു ആർ അലൗഡ് ടു ചൂസ് യു. നമ്മുടെ ബൗണ്ടറി എന്താണെന്ന് മനസ്സിലാക്കേണ്ടതും അത് സെറ്റ് ചെയ്യേണ്ടതും നമ്മൾ തന്നെയാണ്. നമ്മുടെ ബൗണ്ടറി ഹെൽത്തി ആയിട്ട് സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ അത് ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.